PV അൻവർ MLA പോലീസ് തർക്കം സർക്കാർ ആശയക്കുഴപ്പത്തിൽ. ആരെയും തള്ളാനാവാതെ സർക്കാർ കുഴപ്പത്തിലായി. നിലമ്പൂർ MLA PV അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശം നടത്തിയ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. SP-ക്കെതിരായ നടപടി വകുപ്പ് തല അന്വേഷണത്തിൽ ഒതുങ്ങും. സംഭാഷണം പുറത്തു വന്ന് വിവാദമായതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകളാണ് പോലീസ് ആസ്ഥാനത്ത് നടന്നത്. 3 ദിവസത്തേക്ക് ലീവിൽ പോയ സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ തന്നെ തുടരാൻ അനുവദിക്കുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. കടുത്ത നടപടി വേണ്ടെന്നാണ് സൂചന. ADGP അജിത് കുമാർ നടപടി വേണ്ടെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സുജിത് ദാസിന് ADGPയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ADGPക്കെതിരെ ഇത്തരത്തിൽ ഒരു ജില്ലാ മേധാവിയുടെ പരാമർശങ്ങൾ ആദ്യ സംഭവമാണെന്നും സേനയ്ക്കിടയിൽ ചർച്ചയാവുന്നു. അതേസമയം ഈ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ DGP, ADGPമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിവാദമായിട്ടുണ്ട്. അതെല്ലാം വിലയിരുത്തുമ്പോൾ ഇതെല്ലാം നിസ്സാര കാര്യമാണെന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ബാർ മുതലാളിക്ക് വേണ്ടി മദ്യ വിൽപ്പനശാല അടപ്പിച്ചത് ആര്? EP ലക്ഷ്യം വയ്ക്കുന്നത് പാർട്ടി സെക്രട്ടറിയോ? സ്വകാര്യ ബാർ മുതലാളിമാർക്ക് വേണ്ടി സർക്കാർ സംരംഭമായ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവിൽപ്പനശാല ഒറ്റ ദിവസം കൊണ്ട് അടപ്പിച്ചത് എന്തിന് എന്നും ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നുവെന്ന് വ്യക്തമാക്കുക. ആ ആവശ്യം ഉന്നയിച്ചാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തലസ്ഥാനത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ലക്ഷ്യം വെച്ചാണ് EP-യുടെ ചോദ്യം സമ്മേളനം നടക്കാനിരിക്കെ ലക്ഷ്യം വെച്ച് തന്നെയാകും. ചെറുവത്തൂരിലെ കൺസ്യൂമർ ഔട്ട്ലെറ്റിൽ ഒറ്റ ദിവസം 9 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടായിട്ടും പക്ഷേ അന്ന് തന്നെ ഷട്ടർ ഇട്ടതാണ്. അതിനുശേഷം ഇതുവരെയും ആ ഷോപ്പ് തുറന്നിട്ടില്ലെന്ന ആരോപണം. സർക്കാർ മദ്യഷാപ്പ് തുറക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കരിവള്ളൂരിൽ പാർട്ടി പരിപാടിക്ക് വന്ന സെക്രട്ടറിയെ MV ഗോവിന്ദനെ ചുമട്ടുതൊഴിലാളി CIT നേതാക്കളാണ് പരുക്കൻ രീതിയിൽ മറുപടി പറയുന്നതും വലിയ നിഷേധത്തിന് ഇടയാക്കിയെന്നും വിവാദമുണ്ടായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകൾ വൻ വോട്ട് ചോർച്ച ഉണ്ടായതിൻ്റെ കാരണവും ചിലർ ഇതുമായി സൂചിപ്പിച്ച് പറയുന്നുണ്ട്. സർക്കാർ മദ്യക്കട അടച്ചത് ബാറുകാരെ സഹായിക്കാനാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് EP-യെ മാറ്റിയതും TP-ക്ക് ചുമതല കൊടുത്തതും വലിയ ചർച്ചയാവുകയാണ്. മുകേഷിൻ്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് കോടതിയിലേക്ക്. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടും, കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യം. പീഡനക്കേസിൽ നടനും MLA-യുമായ മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും. മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ബലാത്സംഗ കുറ്റമാണ് മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് വിശദമായ അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. KPCC-യുടെ മുൻ ലീഗൽ സെൽ ചെയർമാൻ ചന്ദ്രശേഖരന് ജാമ്യം നൽകരുതെന്ന് സത്യവാങ്മൂലം നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മുകേഷും ചന്ദ്രശേഖരനും പ്രതികളായത്. നടിയെ മുകേഷിൻ്റെ മരടിലെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സിദ്ദിഖിനെതിരായ പരാതിയും ആരോപണം ഉന്നയിച്ച നടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പീഡന വിവാദത്തിൽ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തന്നെ തകർത്തുവെന്ന് നടൻ ജയസൂര്യ. കുടുംബങ്ങളെ വിഷയം അഗാധ ദുഃഖത്തിലാഴ്ത്തിയെന്നും ജയസൂര്യ പറഞ്ഞു. US-ലായിരുന്ന നടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചത്. വിവാദമുണ്ടായ ശേഷം ഇതാദ്യമായാണ് ജയസൂര്യയുടെ പ്രതികരണം. ജന്മദിന പോസ്റ്റിനോട് അനുബന്ധിച്ചാണ്
താരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടി നൽകുന്നത്. വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് എതിരെ 2 പീഡന കേസ് ഉണ്ടായിരുന്നത്. നിയമപോരാട്ടം തുടരുമെന്നും ജയസൂര്യ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല. സിനിമയെ തകർക്കരുത്. ചോദ്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി മോഹൻലാൽ. ഞാൻ സിനിമയിൽ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായും മോഹൻലാൽ. സിനിമാ വിവാദത്തിൽ ആദ്യമായാണ് മോഹൻലാൽ പ്രതികരിക്കുന്നത്. പ്രസക്തമായ പല ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞുമാറുകയായിരുന്നു. മലയാള സിനിമയെ തകർക്കരുത്, രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും പവർ ഗ്രൂപ്പിനെ കുറിച്ചും ഒന്നും അറിയില്ല എന്ന നിലയിലായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. സിനിമാ രംഗത്ത് മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാകാരികളുടെ മുമ്പിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. സ്ത്രീകൾക്ക് കടന്നുവരാനും ജോലി ചെയ്യാനുമുള്ള അവസരം സിനിമാ രംഗത്ത് ഉണ്ടാകണം. ഹേമ കമ്മിറ്റി മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമയിൽ ശക്തി കേന്ദ്രമില്ല, ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണം വന്നു. ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ സിനിമാ പീഡന വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി നടൻ മമ്മൂട്ടി. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ലെന്നും അങ്ങനെയെല്ലാം നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മെഗാസ്റ്റാർ പറയുന്നു. ഫേസ്ബുക്കിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കട്ടെ എന്നാണ് സംഘടനാ രീതി. ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം താമസിച്ചതെന്നും മമ്മൂട്ടി വിശദീകരിച്ചു. പി ശശി പരാജയം, ഉത്തരവാദിത്വം നിർവഹിച്ചില്ല, കള്ളത്തരങ്ങൾ നടക്കുന്നു എന്ന് PV അൻവർ MLA. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ചത് പി ശശി പരാജയപ്പെട്ടുവെന്ന് MLA ആരോപിച്ചു. ശശി ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. MR അജിത് കുമാറും സുജിത്തും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണ്. 29 വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. 4 ചായ പീടിക പോലും ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നും അൻവർ MLA ചോദിച്ചു. വിശ്വസ്തർ കിണർ കുഴിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം വിശ്വസിച്ചേൽപ്പിച്ചത് പി ശശിയാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പി ശശി ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പാരവയ്ക്കാനുള്ള ശ്രമം നടക്കുന്ന മുഖ്യമന്ത്രിയെ ഞാൻ പിതാവിനെ പോലെയാണ് കരുതുന്നത്. മകനെന്ന നിലയിൽ തടുക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്നും അതാണ് നിറവേറ്റിയതെന്നും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും അൻവർ MLA പറഞ്ഞു.